Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ യൂറിൻ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തത്. യൂറിൻ ഫോർമേഷനിൽ 3 സ്റ്റെപ്സുകളാണുള്ളത്. ഒന്ന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, രണ്ടാമത് റീഅബ്സോർപ്ഷൻ, മൂന്നാമത്തത് ട്യൂബുലാർ സെക്രീഷൻ. ആദ്യത്തേതിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷനിൽ വാട്ട് വി ഹാവ് സീൻ, when the blood is flowing through the afferent arterioles and glomerulus, due to high pressure, most of the content of the blood is filtered in the capsular space, and this filtrate is called glomerular filtrate. ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനും ബ്ലഡിൻ്റെ കോൺസെൻട്രേഷനും ഓൾമോസ്റ്റ് സെയിം ആണ്, എക്സെപ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് RBC അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് ആസ് വെൽ ആസ് ലാർജർ പ്ലാസ്മ പ്രോട്ടീൻ. ഇത് രണ്ടും ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കളർലെസ് ആണ്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കണ്ടൻറ്റുകളും ബ്ലഡിൽ ഇതിന് സമാനമാണ് ഫിൽട്രേറ്റിലും. സോ അതിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞു 125 ml per minute or 180 liter per day. So that is what is called glomerular filtration ചുരുക്കത്തിൽ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്സ് റീഅബ്സോർപ്ഷൻ ആണ്. സോ ഐ ടോൾഡ് യു ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ബ്ലഡിൻ്റെ സമാനമായിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ട്. മാത്രമല്ല അതിൻ്റെ അളവ് വളരെ കൂടുതലാണ്, 180 ലിറ്റർ പെർ ഡേ ആണ്. പക്ഷേ അത്രയും യൂറിൻ നമുക്ക് ഫോം ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം 99% ഓഫ് ദ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ബാക്ക് ഇൻ ടു ദ ബ്ലഡ് ഇറ്റ് സെൽഫ്. എങ്ങനെയാണ്? സി വെൻ ദ ഫിൽട്രേറ്റ് ഈസ് ദെൻ സ്ലോലി പാസിങ് ത്രൂ ദ PCT, ദെൻ ലൂപ്പ് ഓഫ് Henle, then DCT and collecting duct, most of the content of the blood is, the filtrate is reabsorbed back into the filtrate. So 180 liter of the glomerular filtrate is produced daily, but 99% of this reabsorbed by renal tubules. So the normal volume of the urine formation is 1.5 liter. From the filtrate, glucose, amino acid, sodium, etc. are reabsorbed actively with the help of energy, and nitrogenous waste are reabsorbed passively. വളരെ കുറച്ച് nitrogenous wasteും ചിലപ്പോൾ ബ്ലഡിലേക്ക് തിരിച്ചു വലിച്ചെടുത്തേക്കും. Passive reabsorption of water occurs in the initial segments of the nephrons. Okay, then what is other things? See, നമുക്കിവിടെ കാണാം, ഇവിടെ ഉണ്ടാകുന്ന ഫിൽട്രേറ്റ് ഇത് ഈ ട്യൂബിനകത്തൂടെയാണ് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. പാസ് ചെയ്യുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന റീഅബ്സോർപ്ഷൻ, അതായത് നെഫ്രോൺ ട്യൂബ്സിൻ്റെ ഇത് PCT എന്ന് പറയുന്ന ഭാഗം, ഇത് ലൂപ്പ് ഓഫ് ഹെൻലെ, ഇത് DCT അല്ലെ, ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന റീഅബ്സോർപ്ഷനിൽ വ്യത്യാസമുണ്ട്. നോക്കൂ, ഈ ഫിൽട്രേറ്റ് ഈ PCT പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? മോസ്റ്റ് ഓഫ് ദി ന്യൂട്രിയൻസ് ആൻഡ് 70 to 80% ഓഫ് ദ ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് വാട്ടർ ആർ റീഅബ്സോർബ്ഡ്. PCTയിലൂടെ എന്താ സംഭവിക്കുന്നത്? 70% 80% ന്യൂട്രിയൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് വലിച്ചെടുക്കുന്നത്. സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയം ഓഫ് ദ PCT ഇൻക്രീസസ് സർഫസ് ഏരിയ ഫോർ റീഅബ്സോർപ്ഷൻ. ഈ PCTയിലുള്ള അതിൻ്റെ മെംബ്രെയിൻസ് നിർമ്മിച്ചിരിക്കുന്നത് ബ്രഷ് ബോർഡേഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. അത് റീഅബ്സോർപ്ഷന് സഹായിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്കറിയാം ലൂപ്പ് ഓഫ് ഹെൻലെ എന്ന് പറയുന്ന ഭാഗത്ത് റീഅബ്സോർപ്ഷൻ്റെ റേറ്റ് എങ്ങനെയാണ്? ലൂപ്പ് ഓഫ് ഹെൻലെ മെയിൻറ്റെയിൻ ഹൈ ഓസ്മോളാരിറ്റി ഓഫ് ദ മെഡുലറി ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ഇതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് എന്നാണ്. ഇത് നമുക്ക് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇത് ഡിസെൻഡിങ് ലൂപ്പാണ്, താഴേക്ക് പോകുന്നതാണ്. ഇത് അസെൻഡിങ് ലൂപ്പാണ്, മുകളിലേക്ക് പോകുന്നതാണ്. ഇവിടെ കാണാം, ഏറോ മാർക്കിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഫിൽട്രേറ്റ് താഴേക്ക് പോകുന്തോറും ഇതിൽ നിന്ന് വെള്ളമാണ് നഷ്ടപ്പെടുക, വെള്ളമാണ് പുറത്തേക്ക് പോവുക. ഇവിടെ ഏറോ മാർക്ക് കാണിച്ചിട്ടുണ്ട്, വാട്ടർ ഈസ് റീഅബ്സോർബ്ഡ്. എവിടത്തേക്കാണ് പോകുന്നത്? ഇതിന് ചുറ്റും വാസ റെക്റ്റ എന്ന് പറയുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട്, അതിലേക്കാണ് പോവുക. അപ്പം ഈ ഡിസെൻഡിങ് മെംബ്രെയിൻ, ഡിസെൻഡിങ് ലൂപ്പ് വെള്ളത്തിനെയാണ് പുറത്തേക്ക് വിടുക, പെർമിബിൾ ടു വാട്ടർ. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇത് അസെൻഡിങ് ലൂപ്പ് മുകളിലേക്ക് പോകുന്നതിൽ പുറത്തേക്ക് ഏറോമാർ കാണിച്ചിരിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. അതായത് അതിനകത്ത് ലയിച്ചെടുക്കുന്ന സൊല്യൂട്ടാണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലഭിച്ചിരിക്കുന്ന ലവണങ്ങളാണ്. ആ ലവണങ്ങളെയാണ് വലിച്ചെടുക്കുക. അപ്പം ഈ രണ്ട് മെംബ്രെയിൻസിൻ്റെയും പെർമിയബിലിറ്റി അല്ലെങ്കിൽ വലിച്ചെടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഇതിലൂടെ വെള്ളത്തെ വലിച്ചെടുക്കുമ്പോൾ സൊല്യൂട്ടിന് സോഡിയം ക്ലോറൈഡ് അതിനകത്ത് നിലനിർത്തും. പക്ഷേ ഇതിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ വെള്ളത്തിന് അതുപോലെ നിലനിർത്തിയിട്ട് അതിനകത്ത് സോഡിയം ക്ലോറൈഡിനാണ് പുറത്തേക്ക് വിടുക. ഓക്കെ, അതാ പറഞ്ഞത്. Descending limb is permeable to water but almost impermeable to electrolytes, means solute. Ascending limb is minimum reabsorption occurs. It is impermeable to water by allowed transport of the electrolytes. So filtrate gets diluted. അല്ലേ, ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇത് കോൺസെൻട്രേറ്റ് ആവും, ഇതിൽ നിന്ന് സൊല്യൂട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇത്
ഡയലൂട്ട് ആവും. സോ ഓരോ ഭാഗത്ത് രണ്ട് ഭാഗത്തും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞിടത്താം. ഇനി ഡി സി ടിയുടെ പ്രത്യേകത എന്താണ്? ഡി സി ടി കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ടേക്സ് പ്ലേസ്. ഡി സി ടിയിൽ സോഡിയം ക്ലോറൈഡിൻ്റെയും വെള്ളത്തിൻ്റെയും റീഅബ്സോർപ്ഷൻ നടക്കും, ബട്ട് കണ്ടീഷണലായിട്ടാണ്, ഓപ്ഷണലായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിൻ്റെ രീതി അനുസരിച്ചാണ്. കളക്ടിംഗ് ഡക്റ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ കോർട്ടക്സ് ടു ദ ഇന്നർ പാർട്ട് ഓഫ് ദ മെഡുല. ഇറ്റ് റീഅബ്സോർപ്ഷൻ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ to the concentrate the urine. It also allows the passage of the small amount of urea into medullary interstitium to keep up the osmolarity. അപ്പോൾ ഇതിനകത്തൂടെ വെള്ളത്തെയും വലിച്ചെടുക്കും, അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് പോലുള്ള ഇലക്ട്രോലൈറ്റുകളെയും അത് വലിച്ചെടുക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദി കണ്ടീഷൻസ് ഓഫ് ദ ബോഡി. ഓക്കെ, ഇനി അങ്ങനെ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവും. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ tubular reabsorption. tubular secretion. അപ്പം നേരത്തെ പറഞ്ഞത് റീഅബ്സോർപ്ഷൻ 99% തിരികെ വലിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ തിരികെ വലിച്ചെടുക്കുന്ന പോലെ തന്നെ നെഫ്രോണിൻ്റെ ട്യൂബ്യൂൾസ് ിലേക്ക് ബ്ലഡ് ചില വസ്തുക്കളെ തുറന്നു വിടുകയും ചെയ്യും. സെക്രീഷൻ കൂടെ നടത്തും. ചുറ്റുപാടുമുള്ള ബ്ലഡ് വെസൽസ് അതിലേക്ക് ചില സാധനങ്ങൾ കൂടെ തുറന്നു വിടും. എന്തൊക്കെയാണ്? സെൽസ് ഓഫ് ദ PCT, DCT മെയിൻറ്റെയിൻ അയോണിക് and acid base balance of the body fluid by selective secretion of sodium, potassium and ammonia into the filtrate and reabsorption of bicarbonate from it. ഇതിലേക്ക് എന്ത് ചെയ്യാൻ തുറന്നു വിടും? ഹൈഡ്രജൻ അയോൺസ്, പൊട്ടാസ്യം അയോൺസ്, അമോണിയക്ക് ഇതിനകത്ത് തുറന്നു വിടും. സെക്രീഷൻ നടത്തും. കളക്ടിംഗ് ഡക്റ്റ് മെയിൻറ്റെയിൻസ് pH and ionic balance of blood by the secretion of hydrogen ions and potassium ions. അപ്പോൾ ഇതിൽ ട്യൂബുലാർ സെക്രീഷൻ എന്താണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ട്യൂബുലാർ സെക്രീഷൻ്റെ ഫംഗ്ഷൻ കൂടിയാണ് പറയുന്നത്. ട്യൂബുലാർ സെക്രീഷൻ ഓർ ഓഗ്മെൻറ്റേഷൻ എന്ന് പറയും. ഓഗ്മെൻറ്റേഷൻ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ 3 സ്റ്റെപ്സിൽ ഏറ്റവും ചെറുതാണ് ട്യൂബുലാർ സെക്രീഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നെങ്കിൽ പോലും ട്യൂബുലാർ സെക്രീഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ചില പരീക്ഷയ്ക്ക് ചോദിക്കാം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്യൂബുലാർ സെക്രീഷൻ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ട്യൂബുലാർ സെക്രീഷൻ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ട്യൂബുലാർ സെക്രീഷൻ ഈസ് വെരി മച്ച് essential for maintaining ionic as well as acid base balance. Tubular secretion is very essential for maintaining ionic and acid base balance എന്നാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ഇതാണ് യൂറിൻ ഫോർമേഷനുമായി ബന്ധപ്പെട്ട സംഗതി. നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഫുൾ പിക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഷെയർ ചെയ്ത് തരും. ഇത് ഇപ്പോൾ എടുത്തിരിക്കുന്ന ക്ലാസ്സിലെ സ്ലൈഡുകൾ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ വീഡിയോ നിങ്ങൾ കാണുള്ളൂ. ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, യൂറിൻ ഫോർമേഷൻ. അതിൽ മറ്റൊരു സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കൗണ്ടർ കറണ്ട് സിസ്റ്റം. എന്താണ് കൗണ്ടർ കറണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ ഓൾറെഡി പറഞ്ഞു നമ്മൾ. എന്നാൽ പോലും കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. കൗണ്ടർ കറണ്ട് മെക്കാനിസം കിഡ്നിക്കകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. എന്താ കറണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം? ഒഴുക്ക്. കൗണ്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? തിരിച്ചുള്ള, ഓപ്പോസിറ്റുള്ള ഒഴുക്ക്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒഴുക്കുകളെയാണ് കൗണ്ടർ കറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൗണ്ടർ കറണ്ട് മെക്കാനിസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് നോക്കിയേ, ഇത് നെഫ്രോൺ നേരത്തെ കാണിച്ചിരിക്കുന്ന ലൂപ്പ് ഓഫ് ഹെൻലെ. ഇവിടെ നിങ്ങൾക്ക് നോക്കൂ, ഇവിടെ ലൂപ്പ് ഓഫ് ഹെൻലയിലൂടെ ഫിൽട്രേറ്റ് താഴേക്കാണ് ഒഴുകുക, ഇവിടെ ലൂപ്പ് ഓഫ് ഹെൻലയിലൂടെ ഫിൽട്രേറ്റ് മുകളിലേക്കാണ് ഒഴുകുക. അപ്പോൾ ഈ രണ്ട് വശത്തും ഫ്ലൂയിഡിൻ്റെ ഒഴുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ദിസ് ഈസ് എ കൈൻഡ് ഓഫ് കൗണ്ടർ കറണ്ട്. ഇതാണ് ഒന്നാമത്തെ കൗണ്ടർ കറണ്ട്. ഇനി നോക്കൂ, ഇത് വാസാറക്റ്റിയാണ്, അതായത് ഈ നെഫ്രോൺ ട്യൂബ്സിനെ വലയം ചെയ്യുന്ന ബ്ലഡ് വെസൽസാണ്. ഇവിടെ ബ്ലഡ് വെസൽസ് നോക്കൂ, ബ്ലഡ് വെസൽസിൽ അതായത് ഇവിടെ നോക്കി താഴേക്കാണ് ബ്ലഡ് ഒഴുകുന്നത്, ഇവിടെ മുകളിലേക്കാണ് ബ്ലഡ് ഒഴുകുന്നത്. ഇത് മറ്റൊരു കൗണ്ടർ കറണ്ട് മെക്കാനിസമാണ്. ഓക്കെ, വാസാറക്റ്റയിൽ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, നെഫ്രോൺ ട്യൂബ്യൂൾസിനകത്ത് കൗണ്ടർ കറണ്ട് മെക്കാനിസം ഉണ്ട്, അതിനെ വലയം ചെയ്യുന്ന ബ്ലഡ് വെസൽസിനകത്തും കൗണ്ടർ കറണ്ട് മെക്കാനിസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഇത് രണ്ടിൻ്റെയും ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ അവയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഇവ രണ്ടും തമ്മിലും ഒരു കൗണ്ടർ കറണ്ട് മെക്കാനിസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ നമുക്ക് 3 കൗണ്ടർ കറണ്ട് മെക്കാനിസം കിഡ്നിക്കകത്ത് കാണാൻ വേണ്ടി പറ്റും. ദ ഫ്ലോ ഓഫ് ഫിൽട്രേറ്റ് ഇൻ ദ 2 limbs of Henle's loop and the flow of blood through the 2 limbs of vasa recta are in opposite direction, that is in counter current pattern. This is called a counter current mechanism. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ കൗണ്ടർ കറണ്ട് മെക്കാനിസം ഡ്യൂ ടു ദി കൗണ്ടർ കറണ്ട് ആൻഡ് ദ പ്രോക്സിമിറ്റി ബിറ്റ്വീൻ ദ ഹെനിൽസ് ലൂപ്പ് ആൻഡ് വാസ റെക്ട, ഓസ്മോളാരിറ്റി ഇൻക്രീസസ് ഫ്രം കോർട്ടെക്സ് 300 moles
to the inner medullary interstitium. This gradient is called caused by sodium chloride and urea. നിങ്ങൾ നോക്കൂ, ഇവിടത്തേക്ക് നിങ്ങൾ നോക്കൂ, വാസാറക്റ്റയാണ്. വാസാറക്റ്റയിൽ നേരെ ഓപ്പോസിറ്റാണ്. വാസാറക്റ്റയിൽ ബ്ലഡ് ഒഴുകുമ്പോൾ അതിലൂടെയും റീഅബ്സോർഷൻ മറ്റ് കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതിനകത്തുള്ള സൊല്യൂട്ടിൻ്റെ കണ്ടൻറ്റിൽ വ്യത്യാസമുണ്ട്. അത് ആദ്യത്തെ സൊല്യൂട്ടിൻ്റെ കണ്ടൻറ്റ് തുടക്കത്തിൽ 300, 400, 600, 800, 1200 വീണ്ടും. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, സൊല്യൂട്ടിൻ്റെ അല്ലെങ്കിൽ അതിനകത്തുള്ള കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഈസ് ഇൻക്രീസിങ്. ആ നമ്പർ കാണിച്ചിരിക്കുന്ന ചുമ്മാ അത് ഇൻക്രീസിങ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മുകളിലേക്ക് പോകുന്നതോറും എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് ഡിക്രീസസ്. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, സൊല്യൂഷനിൽ ലയിച്ചേർന്നിരിക്കുന്ന ലവണങ്ങളാണ് സൊല്യൂട്ട്. ഇതെവിടെ നോക്കൂ, പിന്നെ നെഫ്രോൺ ട്യൂബ്യൂൾസിലാണെങ്കിൽ എങ്ങനെയാണ്, ഇവിടുന്ന് വെള്ളമാണ് പുറത്തേക്ക് വലിച്ചെടുക്കുന്നത് പറഞ്ഞു, ഇതിനകത്തൂടെ പിന്നെ ഫ്ലൂയിഡ് താഴേക്ക് ഒഴുകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കൂടി വരും. 400, 600, 800, 1000, 1200 കോൺസെൻട്രേഷൻ കൂടിക്കൂടി വരും. മുകളിലേക്ക് പോകുന്നവർ എന്ത് സംഭവിക്കുന്നു, ഇതിന് സോഡിയം ക്ലോറൈഡ് പുറത്തേക്ക് പോകുമ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് കുറയുകയാണ്. 1200 900ആയി, 600ആയി, 400ആയി, 300ആയി, 200ആയി, കോൺസെൻട്രേഷൻ കുറയുകയാണ്. ഇപ്പോൾ ഈ കൗണ്ടർ കറണ്ട് മെക്കാനിസത്തിൽ ഈ ഫ്ലോയിൽ വെള്ളത്തിൻ്റെയും ലവണങ്ങളുടെയും സൊല്യൂട്ടിൻ്റെയും റീഅബ്സോർഷൻ ഡിഫറെൻറ്റ് സ്റ്റേജിൽ ഡിഫറെൻറ്റ് ലെവലിലായതുകൊണ്ട് യൂറിൻ്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അർത്ഥം. ഡ്യൂ ടു ദി കൗണ്ടർ കറൻറ്റ് ആൻഡ് ദ പ്രോക്സിമിറ്റി ബിറ്റ്വീൻ ദ ലൂപ്പ് ഓഫ് ഹെൻലെ ആസ് വെൽ ആസ് വാസാറക്റ്റ വി ക്യാൻ കോൺസെൻട്രേറ്റ്, വി ക്യാൻ കൺട്രോൾ ദ കണ്ടൻറ്റ് ഓഫ് ദ യൂറിൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, sodium chloride is transported by ascending limb of Henle's loop, that is exchange between the descending limb of vasa recta. Sodium chloride is reabsorbed into interstitium by the descending limb of vasa recta. നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. അങ്ങോട്ട് കൂടി പിക്ചർ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് വാസ റെക്റ്റ ബ്ലഡ് വെസൽ നെഫ്രോണിനെ പൊതിയുന്ന, ഇത് നെഫ്രോൺ ട്യൂബ്.